സാറേ നമസ്കാരം. നമസ്കാരം സാർ. നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ള ആദ്യം വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടായി. അവസാനം മല എലിയെ പ്രസവിച്ച പോലെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നീതിന്യായ സംവിധാനമടക്കം എല്ലാ കാര്യങ്ങളുടെയും ദൗർബല്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള. സാറേ, ഇതൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അന്വേഷിച്ച് അത് കുറ്റവാളികളെ കണ്ടെത്തി അവനെ നീതിപീഠത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. നീതിപീഠം തന്നെ നേരിട്ട് അന്വേഷിച്ചിട്ട് ഈ ഗതികേടാണെങ്കിൽ പിന്നെന്താ സാറേ ഇതിനെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രശ്നം ഞാൻ സാറിനോട് ചോദിക്കുന്നത്, അന്വേഷണം അതിൻ്റെ വഴിക്ക് പോട്ട് നമ്മൾ ഈ കാര്യത്തിൽ നിസ്സഹായരാണ്. കോടതി നേരിട്ട് അന്വേഷിക്കുന്നു എന്നാണ് കോടതി പറയുന്നത്. അതന്വേഷിക്കുന്നതിൻ്റെ ഗതികേടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിലേക്കൊന്നും പോയി ഒരു കുഴപ്പത്തിൽ ചാടാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ രണ്ട് പേരെക്കുറിച്ച് നമ്മുടെ പത്മകുമാർ പരാമർശിച്ചിരുന്നു. ദേവതുല്യരായ ആളുകളൊക്കെ ഇടപെട്ടാൽ ഞാൻ എന്തു ചെയ്യും? നിസ്സഹായനായി പോകും. അപ്പോൾ പത്മകുമാറിൻ്റെ മുന്നിലെ ദേവതുല്യൻ ആരാണെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പത്മകുമാർ ദൈവവിശ്വാസിയാണ്. എനിക്കറിയാം, പത്മകുമാർ കോന്നി MLA ആയിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം. ആറന്മുള അമ്പലത്തിനടുത്ത് താമസിക്കുന്നു. നല്ല ഒന്നാന്തരം ദൈവവിശ്വാസിയാണ്. ശബരിമല സ്ത്രീകളെ കയറ്റിയപ്പോൾ പത്മകുമാർ വളരെ പരുഷമായി തന്നെ പറഞ്ഞു, എൻ്റെ വീട്ടിലെ സ്ത്രീകളാലും ശബരിമല കയറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അതൊരു അസാധാരണ ധൈര്യം തന്നെയാണ് പത്മകുമാർ കാണിച്ചത്. അപ്പോൾ പിണറായി വിജയനെ സർവശക്തനായി വാഴുന്ന നാളിൽ തിരുവായിക്ക് എതിർവായി ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെക്കാൾ താരതമ്യേന ജൂനിയറായ പത്മകുമാർ വളരെ ശക്തമായി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. പത്മകുമാറിൻ്റെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. പക്ഷേ ദേവതുല്യൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊന്നും ചെയ്യാനൊക്കില്ല. അപ്പോൾ ദേവതുല്യൻ എന്തായാലും ശബരിമല അയ്യപ്പൻ നേരിട്ട് വന്ന് സ്വപ്നത്തിൽ വെളിപാടുണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പം അയ്യപ്പൻ പറയത്തില്ല. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്മകുമാർ പറയട്ടെ, അയ്യപ്പൻ്റെ സ്വപ്ന ദർശനമായിരുന്നു. അപ്പം നമ്മളൊക്കെ വിചാരിച്ചു സ്വാഭാവികമായിട്ടും ഇനി തന്ത്രിയാണോ ഇന്നത്തെ അവസാനം വരുന്ന തന്ത്രിക്ക് ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല. തന്ത്രി ഇതിനകത്ത് ബലിയാടാക്കിയ ലക്ഷണത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തായാലും പത്മകുമാറിൻ്റെ ദേവതുല്യൻ തന്ത്രിയാകത്തില്ല, അതിനകത്ത് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമായിരുന്നല്ലോ. അപ്പോൾ തന്ത്രിയല്ല. പിന്നെ ആരോ ആണ് ഈ ദേവതുല്യൻ. ഈ ദേവതുല്യൻ ആണോ പത്മകുമാറിനെ ഈ CPM-നകത്ത് സംരക്ഷിച്ച് നിർത്തുന്നത്? ഈ ദേവതുല്യനെ നമ്മളൊന്ന് അറിയണമല്ലോ. പത്മകുമാർ വേറൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ചില ശവന്തീനികളുണ്ട്. ആരപ്പാ ഈ ശവന്തീനി, ആരപ്പാ ഈ ദേവതുല്യൻ? ഇത് നമ്മൾ വെറുതെ വിടാനൊക്കുന്ന കാര്യമാണ്. സാർ, അയോധ്യയിലെ കേസ് വന്നു. സമ്പത്ത് റായും അതുപോലെ തന്നെ അനിൽ റോയൊക്കെ പ്രതിപട്ടികയിൽ നിൽക്കുകയല്ലേ. എന്നാൽ അവരെയും രക്ഷപ്പെടാൻ പ്രയാസമാണ്. ഇതുമായി നേരിട്ട് ബന്ധപ്പെട്ടവരെയൊക്കെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അയോധ്യ കേസ് അത്ര ഭംഗിയായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അവിടെ എന്തായാലും കോടതിയുടെ നേരിട്ട് ഇടപെടലില്ലാതെ യോഗി ആദിത്യനാഥിൻ്റെ ഇടപെടലുകൾ കൊണ്ട് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പ്രത്യേക കാര്യങ്ങൾ എന്തായാലും നടക്കുന്നുണ്ടല്ലോ. നമുക്ക് നോക്കുമ്പോൾ സത്യസന്ധമായ അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ സാർ, ആരായി ഈ ദേവതുല്യൻ? അതാ എനിക്ക് സാറിൻ്റെ സംശയിക്കില്ലേ, ആരായി ഈ ശവന്തീൻ? സാർ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ SIT തന്നെ അന്വേഷിക്കേണ്ടതാണ് സാറേ. കാരണം പറഞ്ഞിരിക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദീർഘകാലം പിന്നെ പത്തനംതിട്ടയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തലതൊട്ടപ്പനായിട്ട് നിന്ന ഒരു നേതാവ്, അതുപോലെ തന്നെ മുൻ MLA ഒക്കെ ആയിരുന്ന പത്മകുമാർ ഇത്തരം ഒരു വെളിപാട് ഈ അദ്ദേഹത്തിൻ്റെ SITയുടെ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ പത്രക്കാരോട് പറഞ്ഞതാണ് സാർ. ദേവതുല്യനായ ചിലർ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഇന്ന ആളാണോ ഇന്ന ആളാണെന്ന് ചോദിച്ചപ്പം ആളുടെ പേര് ഞാൻ പറയുന്നില്ല, അത് ഒരു അത്രയ്ക്ക് മോശമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇന്ന ആളാണോ എന്ന് ചില തന്ത്രിയെക്കുറിച്ച് ചില മന്ത്രിമാരെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത്രയും ഞാൻ ക്ലൂ തരാം. അദ്ദേഹം പറഞ്ഞു ശവന്തീനികൾ എന്തായാലും അല്ലെന്ന്. എന്തായാലും ശവന്തീനികളല്ല ഈ ദേവതുല്യൻ എന്ന് ഞാൻ പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ദേവതുല്യൻ ആര് എന്നതും ശവന്തീനി ആര് എന്നതും കണ്ടെത്തിയാൽ മാത്രമേ സാറേ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് യഥാർത്ഥ പിൻ പോയിൻ്റ് ആര്, അല്ലെങ്കിൽ ഇതിനെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ആരെന്നറിയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം ഒരു പുസ്തകം എഴുതുമെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് ഡിസ്മിസ് ചെയ്യാനിരുന്നതാണ്. അപ്പോൾ ഈ ദേവതുല്യൻ ആരെന്നുള്ളത് അപ്പോൾ വെളിപ്പെടുമെന്നാണ് പറഞ്ഞത്. ശവന്തീനി നാച്ചുറലായിട്ട് അപ്പോഴും വെളിപ്പെടും ഈ പുസ്തകം വന്നാൽ. പക്ഷേ ഇദ്ദേഹം പുസ്തകം എഴുതുമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ സാറേ, അദ്ദേഹത്തിൻ്റെ ഡിസ്മിസൽ സസ്പെൻഷനായി മാറി. അപ്പോൾ ദേവതുല്യൻ അദൃശ്യമായ ഏതോ കസേരയിൽ അവിടെ ഇരിപ്പുണ്ട് സാർ. ശവന്തീനിയും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ദേവതുല്യനെയും ശവന്തീനിയെയും ഒന്നുകിൽ ശ്രീ പത്മകുമാർ തന്നെ പുറത്തു കൊണ്ടുവരണം, അതല്ലെങ്കിൽ SITക്ക് വലിയ നിർബന്ധമുണ്ട് സാർ. ഇത് SITയെ സാർ പറഞ്ഞ പോലെ ഹൈക്കോടതിയാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനി ഹൈക്കോടതി ഉത്തരവിടണം ആരാണ് ഈ ദേവതുല്യൻ ശവന്തീനി എന്നുള്ളത് ഈ SIT കണ്ടുപിടിക്കണമെന്ന്. ഇനി ചിലപ്പോൾ ഹൈക്കോടതിയും ഉത്തരവിടേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ
നമുക്ക് ഈ രണ്ടിനെയും തിരിച്ചറിയാൻ സാധിക്കും. ഈ രണ്ടുപേരുമാണ് അപ്പോൾ ശബരിമല കൊള്ളയുടെ ആസൂത്രകർ. യഥാർത്ഥത്തിൽ ക്രിമിനൽ ഒഫൻസിൽ ഒരു ഇതുണ്ടല്ലോ സാറേ, ചെയ്യുന്നയാളല്ല, ഡൂവറല്ല, അത് ആരാണോ അത് ചെയ്യിക്കുന്നത് അവരാണ് വലിയ കുറ്റവാളി എന്നാണല്ലോ സാറേ. കൊല ചെയ്യുന്നവനേക്കാൾ വലിയ കുറ്റവാളിയാണ് കൊല ചെയ്യിക്കുന്നവൻ. അപ്പം ആ രീതിയിൽ ദേവതുല്യനെയും ശവന്തിനെയും നമ്മൾ കണ്ടെത്തിയിരിക്കും സാർ. അത് കണ്ടെത്തിയാലേ ഈ അന്വേഷണം പൂർത്തിയാകുകയുള്ളൂ. അതിന് SITക്ക് കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പക്ഷേ SIT കഴിയില്ല എന്നുള്ളതാണ് അവരിപ്പം കൊടുത്ത ഒരു അന്വേഷണം പൂർത്തിയാക്കി കൊടുത്ത റിപ്പോർട്ടും അതിലെ പ്രതികളും കാണുമ്പോൾ തോന്നുന്നു സാർ. ആ പ്രതികൾ ആരൊക്കെയാണ്? ഒന്ന്, സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്ത് ബന്ധമാണ് ശബരിമലയുമായിട്ട് അദ്ദേഹത്തിനുള്ളത്? രണ്ടാമത്, പരേതനായ മുരാരി ബാബു. അദ്ദേഹത്തിന് ഇനി എന്ത് ശിക്ഷയാണ് ഇവർ കൊടുക്കാൻ പോകണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മൂന്നാമത്തേത് പങ്കജ് ഭണ്ഡാരി. പിന്നെ നാലാമത്തേത് ഇപ്പോൾ വന്നിരിക്കുന്ന PS പ്രശാന്തൻ ഇട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അജയകുമാർ, പഴയൊരു മെമ്പർ. റജിലാൽ എന്ന് പറഞ്ഞിട്ട് തിരുവാഭരണം കമ്മീഷണർ വേറൊരാൾ. പിന്നെ കണ്ഠരര് രാജീവർ. ഇങ്ങനെ 7 പ്രതികളെയാണ് ഇപ്പോൾ തൽക്കാലം പിന്നെ നമ്മുടെ നമ്മുടെ SIT കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനൊക്കെ മറ്റു വശം കൂടെ ഉണ്ട്. SITയുടെ കണ്ടെത്തലിനോട് ഞാനോ സാറോ യോജിക്കുന്നില്ല. അല്ല, അപ്പം നമ്മളിത് മനസ്സിലാക്കണം സാർ. ഒരു കാര്യം പറഞ്ഞിരുന്നു സാറിന് വിട്ടേക്കാം. അതായത് ഈ 7 പേരും വെറും പൊടിമീനുകളാണ് സാർ, അല്ലെങ്കിൽ നത്തോലികളാണ്. അപ്പോൾ ഈ SITയുടെ വലയിൽ നിന്നും സ്രാവുകളും വൻ തിമിംഗലങ്ങളും ഒക്കെ ചാടിപ്പോയിരിക്കും സാർ. അപ്പോൾ ശബരിമല കൊള്ളയിൽ ഈ സ്രാവുകളും തിമിംഗലങ്ങളും പോയി, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പത്മകുമാറിൻ്റെ വാചകത്തിൽ ദേവതുല്യരും ശവന്തീനികളും രക്ഷപ്പെട്ടിരിക്കുന്നു, പാവപ്പെട്ട പൊടിമീനുകളും നത്തോലികളും വന്നുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം സാർ. അല്ല, അതിനകത്ത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അല്ല, ഈ നിയമം ചിലന്തി വല പോലെയാണെന്ന് പറയും. ചിലന്തി വലയൊക്കെ കുഞ്ഞു ജീവികളെ വീഴത്തുള്ളൂ, ആന ചിലന്തി വല വീഴുകയില്ല. എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വീഴത്തില്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും നേരിട്ടുള്ള അന്വേഷണവും ഇതൊക്കെ ആനയുടെ മുന്നിലെ ചിലന്തി വല പോലെയുള്ളൂ. നമ്മുടെ രാജ്യത്തിലെ നീതിന്യായ സംവിധാനവും അന്വേഷണ സംവിധാനവും ഒന്നും കുറ്റമറ്റതല്ല. ഇതൊക്കെ പലപ്പോഴും സ്വാധീനങ്ങൾക്ക് വിധേയമാകുന്നു എന്ന് തെളിയിക്കുന്ന അവസാനത്തെ കേസ്, വേറെ കേസുകളുണ്ട്, അവസാനത്തെ കേസാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള. അതുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കോടതി അന്വേഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ സങ്കല്പിച്ചിരുന്ന ഒരു സാൻറ്റിറ്റി എന്തായാലും അന്വേഷണത്തിൻ്റെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ സങ്കല്പിക്കുന്നില്ല. അതിൻ്റെ കാരണം തന്നെ അറിയാമല്ലോ. ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ ആർക്കാരും താല്പര്യം? ശങ്കർദാസ് ഒരു ആർട്ടിഫിഷ്യൽ IC ഉണ്ടാക്കി അതിനകത്ത് കിടക്കുന്ന ചിത്രങ്ങളൊക്കെ അല്ലേ നമ്മൾ കണ്ടത്. അത് മുഴുവൻ കള്ളമാണ് തെളിഞ്ഞിട്ട്. ആ കാര്യത്തിൽ എന്ത് നടപടിയാണ് എടുത്തത്? ഒന്നും എടുത്തില്ലല്ലോ. കോടതിയെ കബളിപ്പിക്കാനല്ലേ ശ്രമിച്ചത്. അപ്പോൾ ഇതൊക്കെ വളരെ പ്രകടമാണ് സാറേ. ഇതിലൊന്നും വലിയ കാര്യമില്ല. നമ്മൾ അതിനകത്തോട്ട് പോയിട്ട് കാര്യമില്ല. അത് പോയിട്ട് കാര്യമില്ല. പിന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പത്തിച്ചാടും എന്നുള്ളതല്ല. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ആ അന്വേഷണം അവിടെ നിൽക്കട്ടെ, അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ സ്ഥാനോട് പറയാം. പത്തനംതിട്ടയിലെ CPIM ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനമെടുത്തു പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. അപ്പോൾ പാർട്ടിയിൽ നിന്ന് ഉടനെ പുറത്താക്കണമെന്നാണ് രാജു എബ്രഹാം നിന്നത്. ഒരു വിട്ടുവീഴ്ചയില്ല, ഉടൻ പുറത്താക്കണം. പത്മകുമാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ആളായ എൻ്റെ സുഹൃത്തു കൂടിയായ പത്മകുമാറിൻ്റെ സുഹൃത്ത് ഹർഷകുമാർ. ഞാൻ പത്തനംതിട്ടക്കാരനില്ല, എനിക്ക് ഇവരെല്ലാം അറിയാവുന്നുള്ളൂ. പാർട്ടി പ്രവർത്തകനായിരുന്നു. ഇവരുടെ എല്ലാം ക്രെഡൻഷ്യൽ അറിയാം. പിന്നെ അതിലേക്ക് ഞാൻ വിശദമായിട്ടൊന്നും പോകുന്നില്ല. അത് പോക്കോട്ടെ, എന്തിനാ എല്ലാവരും പിണക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാം കൂടെ ഒന്നിച്ച് നിന്ന് പറഞ്ഞു. പക്ഷേ പത്മകുമാറിനറിയാം ആരെ എങ്ങനെ എവിടെ എപ്പോൾ കൈകാര്യം ചെയ്യണമെന്ന്. പത്മകുമാർ നിസ്സാരമായിട്ട് പറഞ്ഞു, ഞാൻ ഒരു ആത്മകഥ എഴുതുന്നുണ്ട്. സാറിന് മനസ്സിലാക്കണം, സ്വപ്നയുടെ ആത്മകഥ താങ്ങാൻ പറ്റിയിട്ടില്ല. സ്വപ്ന എഴുതുന്ന പോലെ അല്ല പത്മകുമാർ എഴുതുന്നത്. അപ്പൊ പത്മകുമാർ ആത്മകഥ എഴുതിയാൽ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ആത്മകഥയിലെ പ്രധാന കഥാപാത്രം ദേവതുല്യനും പ്രധാന ഉപകഥാപാത്രം ശവന്തിനിയുമാണ്. അപ്പൊ സംഗതി മതിയല്ലോ സാറേ. ഈ ജില്ലാ കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും രാജു എബ്രഹാമും എത്ര തലകുത്തി പണിഞ്ഞാലും പത്മകുമാറിന്റെ രോമത്തെ തൊടാൻ പറ്റത്തില്ല. കാരണം ദേവതുല്യനുണ്ട്, രണ്ട് കഥാപാത്രങ്ങൾ. അതുകൊണ്ട് പത്മകുമാറിനെ തൽക്കാലം ഒരു ചുക്കും, പണ്ട് പിണറായി തന്നെ പറഞ്ഞ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ രാജു എബ്രഹാമിനും പത്തനംതിട്ടയിലെ CPIMലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചുമ്മാ പത്മകുമാറിനെ ചൊറിയാൻ പോകുന്നത്.
വെറുതെ വേറെ വല്ല കാര്യങ്ങളും നോക്ക്. പത്തനംതിട്ട ജില്ലയിലെങ്കിലും എത്രയും പെട്ടെന്ന് ജനകീയ ജനാധിപത്യ വിപ്ലവം കുത്തകമുഷാസി മുതലാളിക്കെതിരെ നമുക്ക് നടത്താൻ വല്ല സ്കോപ്പുമുണ്ടോ? അതിന് കർഷകരെയും അതുപോലെ തന്നെ അധ്വാന വിഭാഗങ്ങളെയൊക്കെ ഒരുപോലെ സംഘടിപ്പിച്ച് നിർത്തി പത്തനംതിട്ട ജില്ലയിൽ തന്നെ നടത്താമല്ലോ. പണ്ട് തെലുങ്കാനയിൽ വിപ്ലവം നടന്നില്ലേ? അതുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ മാത്രം വിപ്ലവം നടത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ വല്ലതും ശ്രമിക്കുക. അതിനല്ലാതെ ഈ പത്മകുമാറിനെ തൊടാമെന്ന് തൽക്കാലം കരുതണ്ട. കാരണം മറ്റൊന്നുമല്ല, ദേവതുല്യനുണ്ട്. പിന്നെ ശവന്തി ഇനി അദ്ദേഹത്തിൻ്റെ അജണ്ടയിലില്ല, അയാളെ തള്ളിക്കളഞ്ഞു. എന്തായാലും വളരെ രസകരമാകുന്നില്ലേ സാറേ? പക്ഷേ ഒരു കാര്യം സാറേ, ഇവർ ഈ SIT വിട്ടാലും ഹൈക്കോടതി വിട്ടാലും അയ്യപ്പൻ ശിക്ഷിച്ചു കഴിഞ്ഞു സാറേ. ദേവതുല്യനെ ശിക്ഷിച്ചു, ശവന്തീനിയെ ശിക്ഷിച്ചു. ഈ കഴിഞ്ഞ ഇലക്ഷനിലാണെന്ന് മാത്രം, ബാക്കി ഞാൻ പറയുന്നില്ല. അയ്യപ്പൻ പണി കറക്റ്റായിട്ട് അയ്യപ്പൻ്റെ ശാപം തുടങ്ങി സാറേ. വലിച്ച് താഴെയിട്ട് കാലേ വാരി അടിച്ചു സാറേ. വലിയൊരു സൗധമില്ലയോ, തേക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു സൗധമായിരുന്നു മുരാരി ബാബുവിന്. എടാ സബ് ഗ്രൂപ്പ് ഓഫീസറാ, കോടികൾ മുടക്കിയ ഒരു കെട്ടിടം പണിഞ്ഞത്. നമ്മുടെ ഇൻകം ടാക്സുകാർ ഇതൊന്നും കാണുന്നില്ലയോ? അവർക്കൊന്നും അറിയത്തില്ല. അവർ ഈ സർക്കാർ സാറ് പറഞ്ഞ പോലെ കുറ്റമറ്റ രീതിയിൽ പോകാൻ കഴിയില്ലെങ്കിലും ഈ അന്വേഷണക്കാർക്കൊക്കെ അറ്റം കുറ്റമുള്ളതാക്കി കൊണ്ടുപോകാൻ അതെ 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 അത് ചെയ്തു. എന്തായാലും ദേവതുല്യന് സ്തുതിയായിരിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ശവന്തീനിക്ക് പിന്നെ എന്താ പറഞ്ഞത്, അല്ല അവർക്കിനി എന്നാണ് ഈ പിന്നെ മുരാരി ബാബുവിന്റെ ഗതികേട്ടിലേക്ക് എത്തുന്നതെന്ന് മാത്രം ഇനി ബാക്കി നോക്കിയാൽ മതി. എന്തായാലും തറവാരി അടിച്ചു കഴിയും. ബാക്കി ഇനി അയ്യപ്പൻ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം. കോടതിയിൽ പ്രതീക്ഷ വേണ്ട, അയ്യപ്പനിൽ പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.